ഞാൻ പല്ല് തേക്കുന്ന ബ്രഷാണ്. 15 ലക്ഷം രൂപയാണ് നിൻ്റെ വില. 15 ലക്ഷം രൂപ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ബ്രഷ് അവർക്ക് സമ്മാനിക്കുന്നതായിരിക്കും. ഞാൻ 15 കൊല്ലമായിട്ട് ഉപയോഗിക്കുന്ന ബ്രഷാണ്. അയ്യോ റോക്കി സോറി, ഞാൻ പെട്ടെന്ന് റോക്കി ആയിപ്പോയി കേട്ടോ. നമ്മൾ റോക്കി ആയിപ്പോയി പെട്ടെന്ന്. അതുകൊണ്ടാണ്, എല്ലാവരും ക്ഷമിക്കണം. എന്നടാ പൈത്യക്കാരന്മാര് പേശടാ, അത പന്താള് പൈത്യക്കാരടാ, എന്താ റോക്കിക്ക് എന്നാ അത് പൈത്യ പിടിച്ചാ എന്താണെന്നറിയില്ല. റോക്കിക്ക് കിളി പോയതാണോ? അല്ല, കിളി പോയതല്ല, കിളിയൊക്കെ നല്ലോണം ഉണ്ട്. പിന്നെ എന്താണ് അയാളുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നില്ല. അതായത് അയാൾക്ക് എന്തൊക്കെയോ വിചാരങ്ങളാണ്. ഞാനെന്തോ വലിയൊരു സംഭവമാണ്. അതായത് ഞാനാണ് ഈ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ഭയങ്കര ഒരു സംഭവം, എന്നെ കഴിച്ചിട്ടേ ആൾക്കാരുള്ളൂ എന്നുള്ള ഒരു സംഭവമാണ്. അല്ലാതെ തലക്ക് വെളിവില്ലോൻ ആരെങ്കിലും സ്വന്തമായിട്ട് വെള്ളം കുടിക്കുന്ന ആ ബോട്ടിൽ എടുത്തിട്ട് പറയും ഇനി 10 ലക്ഷം ഉറുപ്പ്യ വേണമെന്ന് ആരെങ്കിലും പറയോ? തലക്ക് വെളിവില്ലോനൊന്നും പറയില്ല. ഇപ്പോഴാശാൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജിൻഡോനെ കാണുമ്പോഴില്ലേ കലി ഇങ്ങോട്ട് വരുന്നടാ, കലി ഇങ്ങോട്ട് വരുന്ന അവനെ ഞാൻ ഒട്ടിക്കും, അങ്ങനെയാന്നുള്ളത്. അതായത് ജിൻഡോനെ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പറയുന്നത് എന്താ അറിയാം, ആ ഇട്ടി ജിൻഡോക്കാണെങ്കിൽ ഈ റോക്കീനില്ലേ അവിടുന്ന് കൊട്ടയിൽ പൊതിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരുന്നത്. സിജോന് കൊടുത്തത് ജിൻഡോക്കാണെങ്കിൽ മിക്കവാറും ഈ ചങ്ങാതീനില്ലേ മറ്റേ ഈ ദശമൂലൻ ദാമുവിനെ കൊണ്ടുവരുന്നില്ലേ, ആരും ഒന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദശമൂലൻ ദാമുവിനെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവരേണ്ടി വരുന്നു. എനിക്ക് വയ്യ എന്തൊക്കെ അയാൾ പറയുന്നത്. അയാൾ നല്ല ഇൻ്റർവ്യൂ വന്നിട്ട് കേൾക്കാൻ രസമുണ്ട്. എന്ന കാരണം എന്നറിയാം, നമ്മൾ ഈ നല്ല ടെൻഷനിലൊക്കെ നിൽക്കുമ്പോഴിങ്ങനെ കേൾക്കുമ്പോഴില്ലേ ഒരു പ്രത്യേക സുഖം നടന്ന്. കാരണം ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ട് നമ്മുടെ ഇടയിലില്ലേ, ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ട്. അതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള ഇതുണ്ട്, എന്ന് വെച്ചാൽ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ റോക്കിനൊന്നും പറയാൻ പാടില്ല. കാരണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, റോക്കി എപ്പോഴൊന്നും നമുക്ക് കിട്ടൂല. അതായത് അയാളൊക്കെ എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. ഈ ബിഗ് ബോസിന്റെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തൊന്നുമില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, ഒരു സംഭവത്തിനും ആരും വിളിക്കുന്നുമില്ല, ഉദ്ഘാടനത്തിനുമില്ല, 10 ലക്ഷം രൂപയില്ല, ട്രോളോട് ട്രോള്. അതുകൊണ്ടൊക്കെയാണ് അയാൾക്ക് കുറച്ചൊരു പ്രശ്നം വന്നത്. എന്തൊക്കെയായാലും ആ ചാനലുകാർക്ക് നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ അങ്ങ് തോന്നിയല്ലോ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെന്താ വിളിക്കാതെന്നറിയാം. ചിലപ്പോൾ ഈ ചങ്ങായി പറയാറുണ്ട് ഞാൻ വന്നിരിക്കണെങ്കിൽ 15 ലക്ഷം ഉറുപ്പ്യ വേണമെന്ന് പറയും. അങ്ങനെയും പറയും, പറയാതിരിക്കത്തൊന്നുമില്ല. ഒരു ബോട്ടലിന് 10 ലക്ഷം രൂപ വാങ്ങിച്ചവൻ ഒരു ചാനലിൻ്റെ മുന്നിൽ അഭിമുഖത്തിന് വേണ്ടിയിട്ട് ഇരിക്കണമെങ്കിൽ ഉറപ്പായിട്ട് അവൻ പറയുമായിരുന്നു 15 ലക്ഷം രൂപയില്ലാണ്ട് ഞാൻ ഇരിക്കൂല. അങ്ങനെ ഒരു കോമഡി പീസാണ്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി കോമഡി. അല്ല, ഇയാൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ? അല്ല, ഇയാളുടെ കൂടെയല്ലേ മറ്റേ നടിയുള്ളത്? എന്താ നടീൻ്റെ പേര്? അനു ജോസഫ്. അല്ല, അനു ജോസഫിനോട് ഞാൻ പറയുകയാണ്, ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? അയാൾക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? അയാൾ നോർമലല്ല. അയാൾ എന്തൊക്കെയാ പറയുന്നത്? കാരണം എന്ന് വെച്ചാൽ ഞാനവിടെ ഉണ്ടെങ്കിൽ ജിൻഡോ ഒന്നും കപ്പടിക്കൂല. ജിൻഡോക്ക് കപ്പടിക്കാനുള്ള യോഗ്യതയില്ല. എൻ്റെ പൊന്ന് മക്കളെ, ജിൻഡോ ഒപ്പം കപ്പും അടിച്ചു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ അയാളെ പൈസയും വരുവായിരുന്നു. അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ അയാളിതാ സ്ഥലം വിടുവായിരുന്നു. അത്ര തന്നെയായിരുന്നു. അല്ലാതെ നിങ്ങൾ ഇവിടെ കടന്നിട്ട് ഇങ്ങനെ കപ്പ് ഇനി എവിടെയെങ്കിലും ബിഗ് ബോസ് വേറെ ഉണ്ടോ നോക്ക്. അതായത് ഇന്ത്യയിലെല്ലാം കഴിഞ്ഞ് ഇനി ചന്ദ്രനെല്ലാം കാറ്റുണ്ടെങ്കിലും നോക്കാം അവിടുന്ന്. അതാ നല്ലത്. അവിടെയും കാറ്റാകുമ്പോഴും ഫ്രഷായിട്ടൊന്ന് പോവാം. ഇല്ലെങ്കിൽ സൂര്യനിലോ ചൊവ്വയിലും കാറ്റുണ്ടോ നോക്ക്, ബുധനിലോ ചൊവ്വയിലും കാറ്റം. അവിടെയിലാവുമ്പോൾ എളുപ്പമാണ് നടന്ന്. അവിടെ ആകുമ്പോൾ കപ്പ് അടിച്ചിട്ട് നേരെ അവിടുന്ന് എയർ പോകാണ്ട് ആ താഴേക്ക് വരാറുണ്ട്. അതാണ്. ഇവിടുന്ന് ആണെങ്കിലേ നമ്മൾ എയർ പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാണ്. അതായത് എത്രയും പെട്ടെന്ന് ബിഗ് ബോസ് ഒന്നിക്ക് ഈ ചങ്ങായിനെ വിളിച്ചിട്ട് ഒരു കപ്പ് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിഗ് ബോസിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ 2 ദിവസമെങ്കിലും ഇതിനെ താമസിപ്പിക്കണം. ഇല്ലെങ്കിൽ ഇയാളുടെ ആ മാനസിക നില ഇത് തന്നെയാണ്. കാരണം എൻ്റെ ബിഗ് ബോസ് എനിക്കൊരബദ്ധം പറ്റി. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അത് കളഞ്ഞു പൊളിച്ചോൻ വന്നിട്ട് പറയാറുണ്ട് ഇവൻ്റെ എല്ലാം ജീവിതത്തിൽ കിട്ടും ഇനിയിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവിടെ വെറുതെ കിടന്നിട്ട് അതായത് ഇവൻ ആദ്യത്തെ ദിവസം ആ കൈ ഇടിച്ച് പൊട്ടിച്ചില്ലേ, അന്ന് തന്നെ ആ കൈ കട്ടാവുക വേണ്ടതായിരുന്നു. എന്തൊരു തെമ്മാടിത്തരാ ചെയ്യുന്നത്. അതായത് കൈ ഇടിച്ച് പൊട്ടിക്കുക, അതുപോലെ തന്നെ
ഇപ്പം എന്താ പറയുക ഭീമന്റെ കൂല്ലേ എല്ലാ സ്ഥലത്തും പോയിട്ട് ഇനി ഇങ്ങനെ നിൽക്കേണ്ടി വരും ഭീമന്റെ ഒക്കെ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയാന്ന് ഒരു കോമഡി പീസാണ് ഒരു കോമഡിയായി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കുറേ ആളിൻ്റെ അകത്ത് ഈ ബിഗ് ബോസ് സീസൺ 6 കൊണ്ട് എന്ന് പറഞ്ഞ ഒരുപാട് കോമഡി ടീമുകൾ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ റോക്കിനെ കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നത് ആ പേര് ഞാൻ പറയുന്നില്ല ആ പേര് എനിക്കിനി പറയാൻ കഴിയില്ലായിരുന്നു അയാളുടെ അവസ്ഥ കാണുമ്പോൾ ഇപ്പം ഇങ്ങനെ എന്നാ പറയേണ്ടത് ഒരു അവസ്ഥകൾ ആലോചിച്ച് നോക്കറാ അയാൾ എന്തിനാ ബിഗ് ബോസ് പോയിനെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കുമായിരുന്നു ഇപ്പം ഉണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ട് 5000 ആൾ പോലും കണ്ടില്ല എന്നുള്ള പണ്ടൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ 40,000-50,000 വ്യൂസ് പോകുന്ന വീഡിയോക്ക് ഇപ്പം 10,000 ആകേണ്ടിക്ക് തന്നെ നല്ല വലിക്കണം അവിടുന്ന് അമ്മാതിരി തേഞ്ഞു കാരണം ഇയാൾ പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഒരു ചിരിയാണ് എല്ലാവർക്കും ചിരിയാ വരുന്നത് പഴയതുപോലെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല അതാണ് അപ്പോൾ നമ്മുടെ റോക്കിച്ചന് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിൻഡോ ഒക്കെ കപ്പ് കിട്ടിയത് വലിയൊരു പ്രശ്നം തന്നെയാണ് അത് എങ്ങനെ കിട്ടി അയാൾക്ക് കിട്ടാൻ പാടില്ലായിരുന്നു ഞാനുണ്ടെങ്കിൽ കിട്ടൂലായിരുന്നു ഞാനത് എടുത്തിട്ട് ഓടുകയും ചെയ്യായിരുന്നു കാരണം വെച്ചാൽ എടുത്ത് ഓടിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ലാലേട്ടനോട് ലാലേട്ടാ എനിക്ക് തന്നില്ലെങ്കിൽ താങ്കളെ ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാലേട്ടൻ പറയും ഉമ്മൻ കൊണ്ടുപോയിക്കോളൂ എന്നറിയായിരുന്നു അങ്ങനെ എടുത്ത് ഓടാലോ അങ്ങനെയൊന്നും ചെയ്ത് തന്നെയായിരുന്നു അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഒരു കോമഡി ഇൻ്റർവ്യൂ തന്നെയാണ് എല്ലാവരും പോയി കാണുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവം നമുക്ക് അപൂർവമായിട്ട് ലഭിക്കുന്നൊരു സൗഭാഗ്യമാണ് അത് അതായത് ഈ ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം പോലെയൊക്കെ അപൂർവമായിട്ട് ഇനി ഒരു 10-12 വർഷം കഴിഞ്ഞാലാണ് ഇതുപോലെയുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പോൾ ആ നിമിഷത്തിൽ കാണണം എന്നുള്ളതാണ് ബിഗ് ബോസ് ഇപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കലാന്ന് പറഞ്ഞത് അതായത് ബിഗ് ബോസ് ഈ കോമഡിയൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയാൾക്ക് എന്താ വെച്ചാൽ കോമഡി അടക്കാൻ കഴിയുന്നില്ല കാരണം യുവമാരൊക്കെ കളി കണ്ടിട്ടേ അയാളും ഇത് കാണുന്നില്ലേ കുത്തിയിരുന്നിട്ട് അതായത് എന്തോ ഒരു അവസ്ഥയാന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാറായിരുന്നു ഇവൻ ഇന്നലെ ആ ബോട്ടിൽ വിറ്റ് ഇനിയിപ്പം നാളെ എന്താ ഇവൻ വിൽക്കാൻ കൊണ്ടുവരുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശരി ആ ജെട്ടിയൊന്നും കൊണ്ടുവരല്ലേ ഉള്ള കാര്യം പറയാൻ മോനായിരുന്നു ജെട്ടിയൊന്നും കൊണ്ടുവന്നിട്ട് ഞാനിട്ട റോക്കി ഇട്ട ജെട്ടിയാന്ന് പറഞ്ഞിട്ട് ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തെണ്ടി പോവായിരുന്നു അതുകൊണ്ട് അതൊന്നും കൊണ്ട് വന്നേക്കല്ലേ മോനെ അവിടുന്ന് അയ്യോ കഷ്ടം എന്ത് പറയാനാന്നല്ലേ ഇങ്ങനെയെല്ലാം മനുഷ്യന്മാരുണ്ടായി കഴിഞ്ഞാൽ കുത്തിയിരുന്ന് കരഞ്ഞോ എല്ലാവരും നിരയായിട്ട് കരഞ്ഞോ കാരണം എന്ന് വെച്ചാൽ 3-4 ആൾക്കേ ഉള്ളൂ കേട്ടാ അതായത് എന്താ വെച്ചാൽ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് 4 ആൾക്കല്ല എല്ലാവരും മനസ്സിലും ഉണ്ടായിരുന്നേ ഈ ജിൻഡോ എന്ന് പറയുന്നവനാണല്ലോ കിട്ടിപ്പോയ പോലെ അർജുനിലാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു അർജുനിലാണെങ്കിൽ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു പറഞ്ഞ് ഈ ജിൻഡോക്ക് കിട്ടിയത് എങ്ങനെ സഹിക്കുമായിരുന്നില്ല ജാൻമണിക്കവും കിട്ടിയാൽ മതിയേനും എന്നാലും കുഴപ്പമില്ല ഈ ജിൻഡോക്ക് കിട്ടിയത് അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്നാ പറയേണ്ടത് അയാൾക്ക് കിട്ടാനുള്ള അർഹത ഉണ്ടെങ്കിലും അയാൾക്ക് കിട്ടരുത് അഹങ്കാരിയാന്ന് അയാളെ അതാണ് ഇത്രയും അഹങ്കാരം പിടിച്ച മനുഷ്യനാണല്ലോ കിട്ടിയത് എന്ന് അവർ പറയുന്നത് മനസ്സിലായി അതായത് ഈ ബിഗ് ബോസിലുള്ള മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം മുന്നിൽ ജിൻഡോ എന്ന് പറയുന്നത് ഒരു അഹങ്കാരി പൊട്ടൻ ഇതൊക്കെയാണ് ഇന്നലെ പൊട്ടന്മാർ അവിടുന്ന് ബർത്ത്ഡേ ആഘോഷിച്ചിട്ട് നല്ലോണം തീറ്റയും നിന്ന് വരുന്നുണ്ടെന്ന് അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈകിപ്പിക്കുകയാണ് ഇനി ചിരിച്ചിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ അടുത്ത റോക്കിൻ്റെ വീഡിയോയോ ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം